മുന്നണി പ്രവേശനത്തിൽ യുഡിഎഫിനോട് ഇടഞ്ഞ് PV അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ യുഡിഎഫിൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാകുന്നതിലും അൻവർ അതൃപ്തി അറിയിച്ചു. വേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അൻവർ പറഞ്ഞു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. നേരത്തെ ഏത് ചെകുത്താനെ മത്സരിപ്പിച്ചാലും പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിരുന്ന അൻവറാണ് ഇപ്പോൾ വേണ്ടി വന്നാൽ മത്സരിക്കും എന്നതടക്കം പറയുന്നത്. ഒപ്പം തന്നെ ഈ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും അൻവറിന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ UDFിനൊപ്പം ചേർന്ന് നിൽക്കുകയും ഏതു ചെകുത്താനെ മത്സരിപ്പിച്ചാലും തൻ്റെ പിന്തുണ ഉണ്ടാകും എന്ന് പറഞ്ഞ PV അൻവർ ഇന്ന് ചുവട് മാറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ആര്യാടൻ ഷൗക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും UDFിലെ ആക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുമൊക്കെ PV അൻവർ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് UDF ചില ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ PV അൻവറുമായി ചർച്ച നടത്തും. എന്നാൽ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നത് യാതൊരു കാരണവശാലും ഇത്തരം പിടിവാശികൾക്ക് മുന്നിൽ കോൺഗ്രസ് പാർട്ടിയോ UDF കീഴടങ്ങേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും പല സമയങ്ങളിലും PV അൻവർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ വിജയിക്കാൻ കഴിയും. പ്രത്യേകിച്ചും നിലമ്പൂരിലെ സാധ്യതകൾ അത്ര കണ്ട് വലുതാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PV അൻവർ രംഗത്തെത്തിയതിനെതിരെ കടുത്ത അമർഷം തന്നെയാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. അതേസമയം KPCC യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും. സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതിന് ശേഷം UDFിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് AICCയുടെ പരിഗണനയ്ക്ക് അയക്കുന്നതിലേക്കുള്ള കാര്യങ്ങൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോട് തന്നെ KPCC യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തൊട്ടു പിന്നാലെ നാളെ UDF യോഗം ചേരും. ഒപ്പം UDF യോഗം ചെയ്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ പിന്നീട് AICCയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന പതിവാണ് കോൺഗ്രസിലുള്ളത്. അത്തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് PV അൻവർ തൻ്റെ വിയോജിപ്പ് അറിയിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും UDFിൽ ഘടകകക്ഷിയാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇതുവരെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാതെ ഈ അവസാന ദിവസങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പിനെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് PV അൻവർ എത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസിനെയും UDFിനെയും അല്പമൊന്ന് വിഷമഘട്ടത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ലീഗുമായി ഒരു പക്ഷേ PV അൻവർ ചർച്ചകൾ നടത്തും. ലീഗിൻ്റെ നിലപാട് ഇതിൽ വലുതാണ്. ലീഗ് ഒരു പക്ഷേ ചർച്ച നടത്തിക്കൊണ്ട് PV അൻവറിൻ്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ PV അൻവർ അയയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ലാതെയും പ്രതിസന്ധികളില്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ഒപ്പം UDF നേതാക്കൾ എന്തായാലും PV അൻവറുമായി ചർച്ച നടത്തും എന്നുള്ളത് ഉറപ്പാണ്. കാരണം CPIMൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോഴുള്ള സീറ്റ്, അതായത് നിലമ്പൂർ സീറ്റ്. അത് പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ആവശ്യമാണ്. പ്രത്യേകിച്ചും മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ ഇത്രയും പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലത്ത് ആ സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ UDFിലേക്കുള്ള പ്രവേശനം, അത് മുന്നണി പ്രവേശനം വളരെ വേഗത്തിൽ ആക്കാനുള്ള സാധ്യതയുണ്ടാകും. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങളെത്താം. എന്നാൽ UDFിലേക്ക് PV അൻവറിനെ കൊണ്ടുവരുന്നതിനോട് ചില ഘടകകക്ഷികൾക്ക് വിയോജിപ്പുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാളിനെ UDFിലേക്ക് എടുക്കേണ്ട സാഹചര്യമില്ല. പ്രത്യേകിച്ചും PV അൻവറിനെ പോലുള്ള ഒരാളിനെ പലപ്പോഴും പലതരത്തിൽ പല അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന ഒരാൾ CPIMനോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിന്നെ ആ പാർട്ടിയെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത PV അൻവർ ഒരു പക്ഷേ UDFിൽ വന്നാൽ അത് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്നിരുന്നാൽ തന്നെയും UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി മുന്നോട്ട് പോകും. അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ചും ലീഗിൻ്റെ നിലപാട്, പ്രത്യേകിച്ചും ലീഗ് തന്നെയാണ് ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഗ് എടുക്കുന്ന തീരുമാനം കോൺഗ്രസ് അംഗീകരിക്കും. ഒപ്പം UDF ഒറ്റക്കെട്ടായി നിലനിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ PV അൻവറിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയിലൂടെ തൽക്കാലം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും നീക്കം നടത്തുക. വൃന്ദ. ശരി, ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.